Okay, dear students, welcome back to the class. So, today we are back to the class and we'll start lesson 5. Okay, you just take your textbook, open your textbook and take lesson 5. Okay, so look at it. What is the name of that chapter? Food and shelter for animals. What are we going to study today? We are going to study about the food and shelter for animals. ആനിമൽസിന്റെ ഭക്ഷണവും അവരുടെ ഷെൽട്ടർ അല്ലെ, അവരുടെ ആ താമസം, അവർ താമസിക്കുന്നത്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ 5th ലെസണിൽ പഠിക്കാൻ പോകുന്നത്. ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ആനിമൽസ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ 4 പാഠങ്ങളിലായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു? ഇപ്പോ ഫസ്റ്റ് ലെസണില് we learned about our environment അല്ലേ, നമ്മുടെ environment, നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ലെസണിൽ പഠിച്ചു. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വന്നപ്പോ നമ്മൾ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് അല്ലേ, പല വിധത്തിലുള്ള പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ തേർഡ് ലെസണിൽ നമ്മൾ യൂസസ് ഓഫ് പ്ലാന്റ്സ് അല്ലെ, എന്തെല്ലാം ഉപയോഗങ്ങളാണ് നമുക്ക് ഈ പ്ലാന്റ്സിൽ നിന്നുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തേർഡ് ലെസണിൽ പഠിച്ചു. ഫോർത്ത് ലെസണിൽ ആനിമൽസ് ദാറ്റ് ഹെൽപ്പ് അസ് അല്ലെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്ന ആനിമൽസിനെ കുറിച്ച് നമ്മൾ ഫോർത്ത് ലെസണിൽ പഠിച്ചു. സോ ടുഡേ അഗൈൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ആനിമൽസ്. ഓക്കെ, so in the beginning you look at the lesson, page number 144. Write the first letter of each animal to get the names of some animals that help us. നിങ്ങൾക്ക് എന്താ പറയുന്നത്? Write the first letter of each animal to get the names of some animals that help us. Look at that, നമുക്ക് അവിടെ കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ചിലതിനകത്ത് 2 എണ്ണം ഉണ്ട്, ചിലതിനകത്ത് 4 എണ്ണം ഉണ്ട്, അങ്ങനെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഓരോ ആനിമലിനെ നമുക്കറിയാം അല്ലെ. അവരുടെ ഫസ്റ്റ് വൺ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, 2 pictures are given there അല്ലെ. In the middle O, letter O is also given. അപ്പൊ ആ ഫസ്റ്റ് വണ്ണിലെ ഫസ്റ്റ് പിക്ചർ എന്താണത്? എന്താ അതിന്റെ പേര്? ഡക്ക് ആണത് അല്ലെ, ഡക്ക്. അപ്പോ ഡക്കിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ഡി ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ഡി എഴുതുന്നു. നമ്മൾ ഡി എഴുതുന്നു. ഇനി നടുക്ക് ഓ എവിടെയുണ്ട്? നെക്സ്റ്റ് പിക്ചർ നോക്കി. അടുത്ത പിക്ചർ ഏതാണ്? ഗോട്ട് ആണ് അല്ലെ. അപ്പൊ ഗോട്ടിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ജി ആണ്. അപ്പൊ നമ്മളവിടെ ജി എഴുതി. അപ്പൊ നമുക്കവിടെ ഏത് വാക്കാ കിട്ടിയേ? ഡോഗ് എന്നുള്ളൊരു വാക്ക് കിട്ടിയോ? യെസ്. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യണ്ടേന്ന്? ബാക്കി നിങ്ങള് വീട്ടിലിരിക്കുമ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കിട്ടാത്തത് അടുത്ത ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്? മനസ്സിലായില്ലേ? ഫസ്റ്റ് വൺ പറഞ്ഞപ്പോ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ അതിനായിട്ട് സമയം വേസ്റ്റ് ആക്കണ്ട. അത് നമുക്ക് പിന്നെ സമയം എടുത്തിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ച് പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് വൺ മിസ് പറഞ്ഞു തന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി അതെങ്ങനെ ചെയ്യേണ്ടത്. ആ പിക്ചറിന്റെ ഇപ്പൊ ഡക്കാണ് ആദ്യത്തെ പിക്ചർ ഉള്ളത്. അപ്പൊ ഡക്കിന്റെ ആദ്യത്തെ ലെറ്റർ ഡി എടുത്തു, ബോട്ടിന്റെ ആദ്യത്തെ ലെറ്റർ ജി എടുത്തു, മിഡിൽ ഓ എവിടെയുണ്ട്? അപ്പൊ നമുക്ക് ഡോഗ് കിട്ടി. അതുപോലെ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ 4 പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ 4 എണ്ണത്തിന്റെ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് ഫിൽ ചെയ്താൽ മതി. ഓക്കെ, so now look at the lesson. Like all living things, animals too need food to live. എന്താ പറഞ്ഞേ? Like all living things, animals too need food to live. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, all the living things need food to live അല്ലെ. ജീവനുള്ള എല്ലാ വസ്തുവിനും ജീവൻ നിലനിർത്തുന്നതിന് എന്ത് ആവശ്യമുണ്ട്? ഭക്ഷണം ആവശ്യമുണ്ടെന്ന് നമ്മൾക്കറിയാം അല്ലെ. അപ്പോ സെയിം വേ ആനിമൽസ് ജീവനുള്ളതാ അല്ലെ. അവര് ലിവിങ് തിങ്സ് ആണ്. അവർക്കും എന്ത് വേണം? They also need food. Okay,
Like all living things, animals too need food to live. Different animals eat different types of food. Yes, ഓരോ ആനിമൽസിനും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാ ആനിമൽസിനും, all the animals need food to live, but there is difference in the food that they eat. എല്ലാ ആനിമൽസിനും ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഭക്ഷണം വേണം, പക്ഷേ അവർ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതാണ്? വ്യത്യസ്തത ഉണ്ട് അല്ലേ? ഒരു ആനിമൽ കഴിക്കുന്ന സെയിം ഫുഡ് അല്ല അടുത്ത ആനിമൽ കഴിക്കുന്നത്. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്നുണ്ടോ മക്കളെ? ഒന്നുകൊണ്ട് നോക്കിക്കേ. ഫസ്റ്റ് സെന്റൻസ്, all living things like all living things, animals too need food to live. Different animals eat different types of food. അല്ലേ? എന്താ പറഞ്ഞ ആ ഒരു സെന്റൻസിൽ? എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക്? all the living things need food to eat. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഫുഡ് വേണം, അതുപോലെ ആനിമൽസിനും ഫുഡ്, they need food, but there is difference in the food that they eat. ഓരോ ആനിമലും കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തുണ്ട്? വ്യത്യസ്തതയുണ്ട്. ഓക്കെ, ഇനി plant eating animals. Animals like cows, horses and deer eat grass and leaves. അപ്പോ ഗ്രാസ് ആൻഡ് ലീവ്സ് കഴിക്കുന്ന ആനിമൽസ്, അവരെ നമ്മൾ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് എന്ന് പറയും. പച്ചിലകളും പുല്ലും ഒക്കെ കഴിക്കുന്ന ആനിമൽസ് അവരാരൊക്കെയാണ്? കൗസ്, ഹോഴ്സസ് ആൻഡ് ഡീർ. ഇവര് കഴിക്കുന്നത് എന്താണ്? they eat grasses and leaves. such animals are called plant eating animals. അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? plant eating animals. കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? നെറ്റ് പോയി. കേൾക്കാമോ മക്കളെ? നിങ്ങൾക്ക് കേൾക്കത്തില്ലേ? യെസ്, ഇടയ്ക്ക് നെറ്റ്വർക്കിന്റെ ചെറിയ പ്രശ്നം വന്നതാട്ടോ. നോ പ്രോബ്ലം. ഓക്കെ, animals like cows, horses and deer eat grass and leaves. അപ്പോ ഈ പറഞ്ഞ ആനിമൽസ് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ? നമുക്കറിയാവുന്നതാണ്. കൗസ്, ഗോഡ്സ്, ഹോഴ്സസ്, ഡിയർ, ഇവരൊക്കെ എന്താണ് കഴിക്കുന്നത്? they eat leaves and grasses. അപ്പൊ സച്ച് ആനിമൽസ്, ഈ ആനിമൽസിനെ നമ്മൾ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, next one is flesh eating animals. Flesh. Okay, animals like lions, tigers and crocodiles kill other animals and eat their flesh. അപ്പൊ നോക്കിക്കേ, animals like lions, tigers and crocodiles, ലയണും ടൈഗറും ക്രൊക്കഡൈലും ഒക്കെ അവര് ഗ്രാസസ് ആൻഡ് ലീവ്സ് അല്ല കഴിക്കുന്നത്. അവരെന്താ കഴിക്കുന്നേ? they kill other animals and eat their flesh. അവര് മറ്റ് ചെറു ആനിമൽസിനെ എന്താണ്? കൊന്നിട്ട് അതിന്റെ ഫ്ലഷ് ആണ് അവര് കഴിക്കുന്നത്. they are called flesh eating animals. അവരെ നമ്മള് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് എന്ന് വിളിക്കുന്നു. മാംസം കഴിക്കുന്ന ആനിമൽസ് ആണ് അവര്. ഓക്കെ, മാംസഭോജികൾ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് കൂട്ടരെ പരിചയപ്പെട്ടു, ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ആൻഡ് പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്. പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ആരാണ്? the animals that eat green leaves and grasses. അല്ലെ? അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? plant eating animals എന്ന് വിളിക്കുന്നത്. so which are the examples? cows, horses and deer. these are the examples for plant eating animals. okay, so next one is flesh eating animals. എന്താണ്? some animals they eat the flesh of other animals. അവര് green leaves ഉം grasses ഒന്നും കഴിക്കത്തില്ല. they kill other animals to eat. അവര് മറ്റ് ആനിമൽസിനെ, അവരെക്കാൾ ചെറിയ മറ്റ് ആനിമൽസിനെ കൊന്നിട്ട് അതിന്റെ ഫ്ലഷ് ആണ് അവര് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? we call them as flesh eating animals. so some examples are here: lions, tigers
and crocodiles. Okay, ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? Yeah, plant eating animals and flesh eating animals. Next, plant and flesh eating animals. Some animals eat both plants and animals. A bear eats honey, plants and flesh of other animals. അപ്പോ ഇപ്പൊ നമ്മൾ കണ്ട രണ്ട് കൂട്ടരെ കുറിച്ചാണ്, പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസും ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസും. ഓക്കെ, അപ്പൊ ഈ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് എന്ന് പറയുന്ന ലയണും ടൈഗറും ഒന്നും എന്ത് കഴിക്കത്തില്ല? ഗ്രീൻ ലീവ്സും ഗ്രാസസും ഒന്നും കഴിക്കത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ ഗ്രീൻ ലീവ്സും ഗ്രാസസും കഴിക്കുന്ന നമ്മുടെ കൗ ആൻഡ് പിന്നെ ഹോഴ്സസ് അവരെന്ത് കഴിക്കത്തില്ല? ഫ്ലഷ് കഴിക്കത്തില്ല. അപ്പൊ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് അവര് പ്ലാന്റ്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഫ്ലഷ് ഈറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അവര് ഫ്ലഷ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഇനി ഇത് രണ്ടും കഴിക്കുന്ന കൂട്ടരുണ്ട്. പ്ലാന്റ്സും കഴിക്കും ഫ്ലഷും കഴിക്കുന്ന ആനിമൽസ് ഉണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ബിയർ ഈറ്റ്സ് ഹണി, പ്ലാന്റ്സ് ആൻഡ് ഫ്ലഷ് ഓഫ് അതർ ആനിമൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് കൂട്ടരെ കുറിച്ച് പഠിച്ചു. Plant eating animals, flesh eating animals, and then plant eating animals and flesh eating animals. രണ്ടും കഴിക്കുന്ന animals. Okay. Next is scavengers. Animals such as jackal, hyena, and vulture eat the flesh of dead animals. Such animals are called scavengers. They keep the jungle clean. അപ്പൊ എന്താ പറയുന്നത്? സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? സം ആനിമൽസ് സച്ച് ആസ് ജാക്കൽ, ഹൈന ആൻഡ് വൾച്ചർ, ദേ ഈറ്റ് ദ ഫ്ലഷ് ഓഫ് ഡെഡ് ആനിമൽസ്. അവര് കില്ല് ചെയ്തിട്ടല്ല കഴിക്കുന്നത്. അവര് ഡെഡ് ആനിമൽസ്, എന്തെങ്കിലും അസുഖം വന്നിട്ടോ അല്ലെ മറ്റ് ആനിമൽസ് ആക്രമിച്ചിട്ടോ ഒക്കെ ഡെഡ് ആയ അല്ലെ ജീവൻ നഷ്ടപ്പെട്ട ചത്തുപോയ ആ ആനിമൽസിനെ അതിന്റെ എന്താണ് ആ ഫ്ലഷ് അവര് കഴിക്കും. അവര് സ്വയമേ പോയി കില്ല് ചെയ്യുവല്ല ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ ചത്തുപോയ ആനിമൽസിൽ അവരുടെ അവശിഷ്ടങ്ങള് അതിവര് പോയി കഴിക്കുന്നുണ്ട്. അതാണ് ഏതൊക്കെ? ജാക്കൽ, ഹൈന, വൾച്ചർ. അതുകൊണ്ട് ദേ കീപ് ദ ജംഗിൾ ക്ലീൻ. അവര് ഈ ജംഗിളിനെ, ജംഗിൾ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, അതിനെ ക്ലീൻ ആക്കി വെക്കുന്ന ആനിമൽസ് ആണ് ഇവര്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ പറയുന്നത്? ബിക്കോസ് ദേ ഈറ്റ് ദ ഫ്ലഷ് ഓഫ് ഡെഡ് ആനിമൽസ് അല്ലെ. ഡെഡ് ആനിമൽസിന്റെ ഫ്ലഷ് ഇവര് കഴിക്കുന്നത് കൊണ്ട് എന്താവുന്നു? അവര് ആ ജംഗിളിനെ ക്ലീൻ ആക്കി വെക്കുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? എറിക് നോട്ട് റെസ്പോണ്ടിങ്. ഓക്കെ, ഓക്കെ. അപ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്, ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ്, പ്ലാന്റ് ആൻഡ് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ്, ദെൻ സ്കാവഞ്ചേഴ്സ്. ഓക്കെ, അപ്പൊ സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആനിമൽസ് ദാറ്റ് ഈറ്റ് ദ ഫ്ലഷ് ഓഫ് ഡെഡ് ആനിമൽസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ജാക്കൽ, ഹൈന ആൻഡ് വൾച്ചർ. ദേ കീപ് ദ ജംഗിൾ ക്ലീൻ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആനിമൽസിന്റെ ഫുഡിനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി മിസ് അവിടെ വരെ വായിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരിക്കണം എല്ലാവരും. ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ആനിമൽസ്. ലൈക്ക് ഓൾ ലിവിംഗ് തിങ്സ്, ആനിമൽസ് ടു നീഡ് ഫുഡ് ടു ലിവ്. Different animals eat different types of food. Plant eating animals. Animals like cows, horses, and deer eat grass and leaves. Such animals are called plant-eating animals. Next one, flesh-eating animals. Animals like lions, tigers, and crocodiles kill other animals and eat their flesh. They are called flesh-eating animals. Okay. Plant and flesh-eating animals. Okay. Some animals eat both plants and animals. A bear eats honey, plants, and flesh of other animals. Okay.
കേൾക്കുന്നില്ല നിങ്ങൾക്ക്? Shifana, can you hear me? Okay. Okay, what happened to Fatima Mehrin? Fatima Mehrin, I think she is facing some network problem. Okay. Scavengers. Animals such as jackal, hyena and vulture eat the flesh of dead animals. Such animals are called scavengers. They keep the jungle clean. Appo ee paranja flesh, the animals which eat the flesh of dead animals, alle dead animals inde flesh കഴിക്കുന്ന ഈ animals ആണ് jungle ne neat and clean ആക്കി സൂക്ഷിക്കുന്നത്. അവരുടെ പേരുകൾ ആരൊക്കെയാണ്? അവര് jackal, hyena and vulture. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ അവിടെ വരെ ടെക്സ്റ്റ് ബുക്ക്. ഇപ്പൊ മിസ് എടുപ്പിച്ചിടം വരെ നിങ്ങൾ ഒന്ന് വായിച്ചേ. ആ സമയത്ത് മിസ് നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തോളാം. മിസ് അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ പഠിപ്പിച്ച അവിടെ വരെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കി. ഇഫ്ര ഫാത്തിമ, ഇഫ്ര ഫാത്തിമ, ഷിഫാന, ഫാത്തിമ മെഹ്റിൻ, ടെസ മരിയ, കുര്യൻ ജോസഫ്, ഡൊമിനിക്, അജിത് ജോസഫ്, ആൻഡ് തെരേസ സാബു, എറിക്, അനിഹ മോഹൻ, മാലവിക സുരേഷ്, മുഹമ്മദ് നാഫി, മുഹമ്മദ് അഫ്ലാഹ്, ഓക്കെ, ഫർഹ ഫാത്തിമ, അദ്വൈതിയു, ശ്രീഹരി കെ ബി, ഹന്ന, ഹൻസൻ കെ അജിത്, അംന രാജേഷ്, ഹൈഫ മെഹ്റിൻ, അനക സുരേഷ്, സയാൻ, ഷിഹാസ്, മുഹമ്മദ് ഷസ്. അന്ന് അൺമ്യൂട്ട് ചെയ്ത മോന്റെ ഫുൾ നെയിം എങ്ങനെയായിരുന്നു? ഓക്കെ മോനെ. മുഹമ്മദ് ഷസാദ്, മിൻഹാജ്, അനീറ്റ ഫിലിപ്പ്. Okay, did you read? Did you read the lesson? Okay. Next paragraph നോക്കിക്കേ.
ആനിമൽസ് നീഡ് എ ഹോം അല്ലേ? ആനിമൽസിനോട് വേണം എന്ത്? അവർക്കും താമസിക്കാൻ ഒരു വീട് വേണം അല്ലേ? They also need a home to live. And the Haifa? Unmute ചെയ്തേ മോളെ. എന്ത് പറ? വിളിച്ചിട്ടില്ല. വിളിച്ചു. വിളിച്ചായിരുന്നു. വിളിച്ചു. മിൻഹാജ് എന്താ മിൻഹാജ്? ഹൈഫന്റെ പേര് എടുത്തിട്ടുണ്ട്. നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ വൈകിട്ടാ കേറിയത്. ഓക്കെ, നോ പ്രോബ്ലം. നമ്മളെ ചാപ്റ്റർ എടുത്തു കേട്ടാ. മിൻഹാജ് ലെസൺ 5 ലെസൺ വായിക്കണേ. അപ്പൊ അതിനകത്ത് നോക്കിയേ, ആനിമൽസ് നീഡ് എ ഹോം. എന്താ നോക്കിയേ, ലൈക്ക് us animals too need a home to live in. Yes, നമ്മളെ പോലെ ആർക്കും വേണം ഒരു ഭവനം താമസിക്കാൻ. നമ്മുടെ ആനിമൽസിനും താമസിക്കാൻ ഒരിടം വേണം. A home keeps the animals safe from heat, cold and rain. അല്ലേ? നമ്മുടെ വീട് നമ്മളെ സഹായിക്കുന്നില്ലേ? നമ്മുടെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നൊക്കെ നമ്മുടെ വീട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? സംരക്ഷിക്കുന്നില്ലേ? ഓക്കെ, അതുപോലെ these animals also need a home in order to protect them from heat, cold and rain. ഈ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ അവരെ സംരക്ഷിക്കുന്നതിന് അവർക്കും എന്ത് വേണമെന്നാ പറയുന്നേ? They also need a home. It also keeps the animals safe from enemies. Yes, അവരുടെ ശത്രുക്കളിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും എന്ത്? അവരുടെ വീട്. Different animals have different kinds of homes. Yes, ഓരോ ആനിമൽസിനും അവരുടെ, നമ്മൾ പറഞ്ഞു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ അവരുടെ വീടിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഓക്കെ, some animals live in natural homes. അല്ലെ? മരക്കൊമ്പുകളിൽ താമസിക്കുന്നവരുണ്ട്, കേവിൽ താമസിക്കുന്നവരുണ്ട് അല്ലെ? ഒന്നും കൂടെ നോക്കിയ പാരഗ്രാഫ്. Animals need a home. Like us, animals too need a home to live. നമ്മളെ പോലെ ആനിമൽസിനും വേണം ഒരു വീട്. A home keeps the animals safe from heat, cold and rain. അപ്പോ അവരുടെ വീട് അവരെ എന്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത്? A home keeps the animals safe from എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാ? Heat, cold and rain. It also keeps the animals safe from enemies. Yes, ശത്രുക്കളിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. Different animals have different kinds of homes. അപ്പോ ഓരോ ആനിമൽസിനും അവര് താമസിക്കുന്ന വീടില് വ്യത്യസ്തതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ലെസണില്? പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. ലേറ്റ് ആയിട്ട് വന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ആദ്യം പറഞ്ഞു, ലൈക്ക് ഓൾ ലിവിങ് തിങ്സ് ആനിമൽസ് ടു നീഡ് ഫുഡ് ടു ലിവ്. എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും പോലെ ഈ ആനിമൽസിനും എന്തെന്ത് വേണം? They also need food to live. പിന്നെ നമ്മൾ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? കുറച്ച് ചില ആനിമൽസ് സച്ച് ആസ് cows, horses and deer, അവര് എന്ത് കഴിക്കുന്നുണ്ട്? They eat green leaves and grasses. അപ്പൊ അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? We call them as plant eating animals. അപ്പൊ നമ്മൾ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസിനെ കുറിച്ച് പഠിച്ചു. ഈ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് എന്ത് കഴിക്കത്തില്ല? They won't eat flesh. അവര് പ്ലാന്റ്സ് മാത്രമേ കഴിക്കുള്ളൂ, അവര് ഫ്ലഷ് കഴിക്കത്തില്ല. പിന്നെ നമ്മൾ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിനെ കുറിച്ച് പഠിച്ചു. ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ലൈക്ക് ലയൺസ്, ടൈഗേഴ്സ് ആൻഡ് ക്രൊക്കഡൈൽസ്. ഈ ആനിമൽസ് എന്തേ കഴിക്കത്തുള്ളൂ? They eat only the flesh of other animals. They kill other animals to eat their flesh. അവർ മറ്റ് ചെറു ആനിമൽസിനെ കൊന്നിട്ട് അതിന്റെ ഫ്ലഷ് അവർ കഴിക്കുന്നു. They are called as flesh eating animals. Okay.
പിന്നെ നമ്മൾ പ്ലാന്റ് ആൻഡ് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിനെ കുറിച്ച് പഠിച്ചു. ചില ആനിമൽസ് അവരെന്തൊക്കെ കഴിക്കും? പ്ലാന്റ്സിനെയും കഴിക്കും, ഫ്ലഷ് ഓഫ് അതർ ആനിമൽസും കഴിക്കും. ഫോർ എക്സാമ്പിൾ ബിയർ ഈറ്റ്സ് ദ ഹണി, അല്ലേ? ഹണി കഴിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈറ്റ് പ്ലാന്റ്സ് ആൻഡ് അതർ ആനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് ഫ്ലഷ്. ഓക്കെ. പിന്നെ നമ്മൾ സ്കാവഞ്ചേഴ്സിനെ കുറിച്ച് പഠിച്ചു. എന്താണ്? ആനിമൽസ് സച്ച് ആസ് ദ ജാക്കൽ, ഹൈന ആൻഡ് വൾച്ചർ ഈറ്റ് ദ ഫ്ലഷ് ഓഫ് ഡെഡ് ആനിമൽസ്, അല്ലേ? ഡെഡ് ആനിമൽസിന്റെ ഫ്ലഷ് കഴിക്കുന്ന ആനിമൽസ് ആണ് നമ്മൾ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് എക്സാമ്പിൾസ് ആണ് ജാക്കൽ, ഹൈന ആൻഡ് വൾച്ചർ. They keep the jungle clean. അവരാണ് ജംഗിൾ ക്ലീൻ ആക്കി വെക്കുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണ് അവർ ജംഗിൾ ക്ലീൻ ആക്കി വെക്കുന്നത് പറയുന്നത്? Because they eat the flesh of dead animals. Okay? മിൻഹാജ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ ഓക്കെ. സോ പിന്നെ നമ്മൾ ആനിമൽസ് നീഡ് എ ഹോം എന്ന് പറഞ്ഞു, അല്ലേ? ആനിമൽസ് ലൈക്ക് us, animals too need a home to live. ആനിമൽസിനും എന്ത് വേണം? ഒരു വീട് വേണം. A home keeps the animals safe from heat, cold and rain. അല്ലേ? ആനിമൽസിനെ അവരുടെ വീട് അവരെ എന്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ഹീറ്റിൽ നിന്ന്, കോൾഡിൽ നിന്നും, റെയിനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. It also keeps the animals safe from enemies. Yes, their homes protect them from their enemies. അവരുടെ ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നു. Different animals have different kinds of homes. Yes, different animals live in different homes. Okay, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പോ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഭാഗങ്ങൾ പഠിക്കും. എന്തൊക്കെയാണ്? Animals which live in natural homes, animals which live in man-made homes, അല്ലേ? പിന്നെയോ animals which make their own homes. അതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗം മനസ്സിലാവാതെ പോയിട്ടുണ്ടോ? പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസിനെ പഠിച്ചു, ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിനെ കുറിച്ച് പഠിച്ചു, the animals which eat both plants and flesh. Then about the scavengers, അല്ലേ? Scavengers എന്ന് പറഞ്ഞാൽ എന്താണ്? They eat the flesh of dead animals. Dead animalsന്റെ flesh കഴിക്കുന്ന animals ആണ് scavengers. Okay. So for examples ആണ് ഏതൊക്കെ? jackal, hyena and vulture, അല്ലേ? മറ്റ് ആനിമൽസിന്റെ ശവശരീരം അതാണ് അവര് കഴിക്കുന്നത്. So they keep the jungle clean. അതുകൊണ്ടാണ് അവര് ജംഗിൾ ക്ലീൻ ആക്കി വെക്കുന്നു എന്ന് പറയുന്നതിന് കാരണം. ഓക്കെ. പിന്നെ അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചത് ആനിമൽസ് നീഡ് എ ഹോം, അല്ലെ? നമ്മളെ പോലെ ആനിമൽസിനും വീട് വേണം എന്ന കാര്യവും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ മക്കളെ? യെസ്. അപ്പോ homework for you is you have to read the lesson for 3 times. ഇന്ന് മിസ് പഠിപ്പിച്ച അത്രയും ഭാഗങ്ങൾ നിങ്ങൾ 3 പ്രാവശ്യം വായിച്ച് അമ്മയെ കൊണ്ട് സൈൻ വാങ്ങണം. Okay? And when you read, you have to read it loudly. നിങ്ങൾ വായിക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന് ഒച്ചത്തിൽ വായിക്കണം കേട്ടോ. മറ്റുള്ളവരും കൂടെ കേൾക്കുന്ന ഭാഗത്തിൽ ഒച്ചത്തിൽ വേണം വായിക്കാനായിട്ട്. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമ്മള് ചാപ്റ്റർ ഫിനിഷ് ആക്കും. ചെറിയ ചാപ്റ്റർ അല്ലെ? ഈസി കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ ഇത്? പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്, ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 1ാം ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. Okay, then shall we wind up today's class? നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? നമ്മുടെ സമയം ഏകദേശം ആവാറായി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറന്നു പോകരുത്. എല്ലാവരും എല്ലാ ക്ലാസ്സിലും കയറണം കേട്ടോ. ആരും ക്ലാസ്സിൽ കയറാതിരിക്കരുത്. എല്ലാവരും എല്ലാ ക്ലാസ്സിലും കയറുക. ഹോംവർക്ക്സ് കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ. Okay then, bye മക്കളെ. Bye. See you in the next class.